കഥയെ ആരംഭിക്കുന്നത് ഗാവോഷിയിലെ എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ഒരു IT കമ്പനിയിൽ ചീഫ് ഡയറക്ടറായി അദ്ദേഹം ജോലി നോക്കുകയായിരുന്നു. നല്ല ശമ്പളമുള്ള ജോലിയാണ്. നല്ലൊരു വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തന്റെ കുടുംബത്തോടൊപ്പം ഗാവോ ജീവിച്ചു പോന്നു. ഗാവോയ്ക്ക് ഭാര്യയും മകളും അച്ഛനുമുണ്ട്. കുടുംബ വീട് വിട്ട് സെപ്പറേറ്റ് ആയി പോകണം എന്ന് ഗാവോ മുമ്പ് ആലോചിച്ചിരുന്നതാണ്. ചെറിയൊരിടത്ത് ചെറിയ രീതിയിൽ ജീവിക്കണമെന്ന്. പക്ഷെ അവന്റെ അച്ഛൻ തീരെ അതിന് സമ്മതിച്ചില്ല. ഒടുവിൽ എല്ലാരും ഒന്നിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 15 കൊല്ലമായി അയാൾ വിവാഹിതനാണ്. ഷാവോനി എന്നാണ് ഭാര്യയുടെ പേര്. അവരുടെ മകൾ ജിയാനി. ഗാവോയുടെ അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ചു പോകുന്നത് ഗാവോ തന്നെയായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ ഗാവോലൈ തന്റെ ജോലിക്കായി ഇറങ്ങി. ബീജിംഗ് നഗരം തിരക്ക് പിടിച്ച ജീവിത സാഹചര്യങ്ങളിലേക്ക് നീങ്ങുന്നു. പതിവ് പോലെ ഓഫീസിലെത്തി ഒരു പ്രൊജക്ടിന്റെ കാര്യങ്ങൾ ഗാവോലൈ നോക്കിക്കണ്ടു. ആദ്യത്തെ ബ്രേക്ക് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ബ്രേക്കിന്റെ സമയത്ത് ഗാവോലയെ ഹെഡ് ഓഫീസിലേക്ക് വിളിപ്പിച്ചു. അവിടുത്തെ മീറ്റിംഗ് റൂമിൽ വെച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ ഗാവോലയോട് ആ കാര്യം പറഞ്ഞു. ജോലിയിൽ നിന്ന് ഗാവോലയെ പിരിച്ചുവിടുന്നു. കാരണം തിരക്കിയപ്പോ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും അങ്ങനെ പറയാനില്ല. ഗാവോലെ ഇപ്പോൾ സീനിയർ ആയിരിക്കുന്നു. സീനിയറിന് വലിയ പേ സ്കെയിൽ കൊടുക്കണം. അയാളെ മാറ്റി ജൂനിയർ തസ്തികയിലുള്ള ഒരാളെ നിയമിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. ഗാവോലയെ അതാകെ തകർത്തു കളഞ്ഞിരുന്നു. കഴിഞ്ഞ 11 കൊല്ലമായി ആ കമ്പനിക്ക് വേണ്ടി ചോരയും നീരും വേർപ്പാക്കി അയാൾ പണിയെടുത്തതാണ്. ഒരു നിമിഷം അയാളുടെ ഉള്ളിലേക്ക് ജീവിത ചെലവുകളുടെ ഭാരവും EMI-കളും ഒക്കെയും ഓടിക്കയറി വന്നു. അവിടെ അയാൾ ബഹളം വെച്ചു. പക്ഷേ ഒന്നുകൊണ്ടും ഒരു കാര്യവുമില്ല. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാൽ ഇറങ്ങി പോരേണ്ടി വരിക തന്നെ ചെയ്യും. ദുഃഖത്തോടെ ആകെ തകർന്ന് അയാൾ ആ ഓഫീസ് വിട്ട് പുറത്തിറങ്ങി. പുറം ലോകം വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾക്ക് മാത്രം അന്ന് തന്റെ ചുറ്റിലും ഒന്നും നീങ്ങാത്ത പോലെ തോന്നി. കാര്യങ്ങൾ ഗാവോലയുടെ കൈവിട്ടു പോവാൻ തുടങ്ങിയിരുന്നു. ഗാവോലൈ അടുത്ത ദിവസങ്ങളിൽ ഒരുപാട് കമ്പനികളിലേക്ക് ജോലിക്കായി അപ്ലൈ ചെയ്തു. നിരവധി ഇന്റർവ്യൂസുകൾ അറ്റൻഡ് ചെയ്തു. പക്ഷേ അത്രയും പ്രായമുള്ള ഗാവോലയെ ജോലിക്കെടുക്കാൻ പലരും തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും നോക്കുന്നത് യങ്ങറായിട്ടുള്ള വ്യക്തികളെയാണ്. അധികം വൈകാതെ ഗാവോലയുടെ ജോലി നഷ്ടപ്പെട്ട വിവരം അവന്റെ അച്ഛനും അറിഞ്ഞു. വളരെ ക്രൂരമായ രീതിയിലായിരുന്നു അയാൾ അതിനോട് പ്രതികരിച്ചത്. ജോലിയില്ലാതെ നീ എങ്ങനെ കുടുംബം നോക്കും? ഞങ്ങളെയൊക്കെ നോക്കും. നിന്റെ ഭാര്യയെ പൊന്നുപോലെ നോക്കും എന്ന് നീ വാഗ്ദാനം ചെയ്തതല്ലേ? ഇങ്ങനെ പോയാ അവളുടെയും കാര്യങ്ങൾ എന്താകും എന്നൊക്കെ ചോദിച്ച് ഗാവോലയുടെ അച്ഛൻ കത്തിക്കയറി. ഗാവോലൈ പ്രതികരിച്ചതേയില്ല. പ്രതികരിക്കാൻ പോലും ശക്തിയില്ലാത്ത വിധം താൻ പരാജയപ്പെട്ട പോലെ ആയിരുന്നു അദ്ദേഹത്തിന് തോന്നിക്കൊണ്ടിരുന്നത്. തൊട്ടു പിന്നാലെ മറ്റൊരു അബദ്ധത്തിലും ഗാവോലൈ ചെന്നുപെട്ടു. ഒരു തട്ടിപ്പുകാരൻ 1,50,000 യുവാൻ തന്നാൽ ജോലി സെറ്റ് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതിന് പ്രകാരം തന്റെ അവസാനത്തെ സേവിങ്സും എടുത്ത് ഗാവോലയെ അയാൾക്ക് കൊടുത്തു. പക്ഷെ അയാൾ തട്ടിപ്പുകാരനായിരുന്നല്ലോ. നല്ല രീതിയിൽ ഗാവോലയെ അയാൾ പറ്റിച്ചു. ഒരിക്കൽ മുമ്പിൽ കിട്ടിയപ്പോ ഗാവോലയെ അയാളെ ഓടിച്ചിട്ട് പിടിച്ചു. പണം തിരികെ തരാൻ ആവശ്യപ്പെട്ടു. ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരേ ഒരു ഹോപ്പ് ഗാവോലയെ സംബന്ധിച്ച് അതുമാത്രമാണ്. പക്ഷെ ആ പണം ഇനി തിരികെ കിട്ടില്ല എന്നായിരുന്നു അയാൾ അറിയിച്ചത്. ഗാവോലൈ ആകെ തകർന്നുപോയി. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ. തൊട്ടു പിന്നാലെയാണ് ഷാവോനിയുടെ കോൾ വന്നത്. അച്ഛൻ പെട്ടെന്ന് വയ്യാതായി ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണത്രേ. ഗാവോലെ അങ്ങോട്ടേക്ക് വേഗത്തിൽ പുറപ്പെട്ടു ചെന്നു. അവിടെ എത്തിയപ്പോഴോ അച്ഛന്റെ അവസ്ഥ സീരിയസ് ആണ്. ഉടനടി സർജറിയും മറ്റു കാര്യങ്ങളും വേണം. പക്ഷേ അതിനുവേണ്ട എമൗണ്ട് ആകട്ടെ വളരെ വലുതും. അത്രയും പണം അയാളുടെ പക്കൽ എടുക്കാനുമില്ല. ആശുപത്രിക്കാരുമായി ഗാവോലെ കുറച്ചധികം സംസാരിച്ചു നോക്കി. പക്ഷെ ഒരു വിട്ടുവീഴ്ചയ്ക്കും ആശുപത്രി തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. പണം മുൻകൂട്ടി അടച്ചാൽ മാത്രമേ ട്രീറ്റ്മെന്റ് ആരംഭിക്കൂ എന്നായിരുന്നു അവർ പറയുന്നത്. ഗാവോലയുടെ ഭാര്യ ഷാവോനിക്ക് അപ്പോഴും തന്റെ ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ട വിവരം അറിവുണ്ടായിരുന്നില്ല. ആ ഒരു നിമിഷത്തിൽ അവർ ആ വിവരം അറിഞ്ഞു. അതോടെ ഷാവോനിയും നിയന്ത്രണം വിട്ട് ഗാവോലയോട് ദേഷ്യപ്പെട്ടു. ജോലി പോയതിലായിരുന്നില്ല ഷാവോനിക്ക് വിഷമമുണ്ടായിരുന്നത്. 2 ആഴ്ച പിന്നിട്ടിട്ടും ആ വിവരം തന്നോട് ഷെയർ ചെയ്യാതിരുന്നതിലായിരുന്നു. ഒരു വിവാഹമെന്ന് പറഞ്ഞാൽ വരുന്ന നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാനുള്ളതാണ് എന്നായിരുന്നു ഷാവോനിയുടെ പക്ഷം. അയാൾ അവളോട് ക്ഷമ ചോദിച്ചു. പിന്നാലെ മുമ്പോട്ട് എന്തു ചെയ്യണം എന്നതിനെപ്പറ്റി ഇരുവരും ഒന്നിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങി. മുന്നിൽ വരുന്നത് എന്തായാലും ഒന്നിച്ച് ഫേസ് ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം. അടുത്ത ദിവസം ഗാവോലൈ വീണ്ടും തന്റെ ജോലി തിരച്ചിൽ തുടങ്ങി. അപ്പോഴാണ് ടിക്ടോക്ക് വീഡിയോ ചെയ്യുന്ന ഡെലിവറി ബോയ് ആയ ഒരു പയ്യനെ ഗാവോലൈ കാണുന്നത്. 12,700 യുവാൻ ഒരു മാസം അവൻ സമ്പാദിക്കുന്നു എന്നവൻ ടിക്ടോക്കിൽ പറയുന്നുണ്ടായിരുന്നു. അയാൾക്ക് അതിശയം തോന്നി. ഗാവോലൈ ആ പയ്യനുമായി സംസാരിച്ചു. ഡെഹേ എന്നാണ് ആ പയ്യന്റെ പേര്. ഡെലിവറി ജോബ് ചെയ്തിട്ടാണ് അവൻ അത്രയും തുക സമ്പാദിക്കുന്നത്. അതോടെ ഗാവോലയും ആ ജോലിയിൽ ചേരാൻ തീരുമാനിച്ചു. ഡാഹയുടെ പ്രൊമോഷണൽ കോഡ് സ്കാൻ ചെയ്ത് ആ ജോലിയിലേക്ക് അവൻ
രജിസ്റ്റർ ചെയ്തു. ലൈ പിന്നാലെ കിട്ടിയ വിവരങ്ങൾ ഫോളോ ചെയ്ത് രജിസ്ട്രേഷൻ സൈറ്റിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നൂറുകണക്കിന് ഡെലിവറി ബോയ്സ് തങ്ങളുടെ ഷിഫ്റ്റ് ആരംഭിക്കാൻ പോകുന്നുണ്ടായിരുന്നു. അവിടുത്തെ മാനേജർ മിസ്റ്റർ സു എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാവരോടുമായി പറഞ്ഞു, കസ്റ്റമേഴ്സാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രയോറിറ്റി. അവരാണ് കിങ്. വളരെ ക്യുക്കായും സേഫായും നിങ്ങൾ ഓരോ ഡെലിവറിയും കൈകാര്യം ചെയ്യണം. കൂട്ടത്തിൽ എല്ലാ കസ്റ്റമേഴ്സിനെയും സന്തോഷത്തിലാക്കുകയും വേണം. പിന്നാലെ ലൈ മിസ്റ്റർ സൂവെ കണ്ട് ഡെലിവറി ജോബിന് ജോയിൻ ചെയ്യാനുള്ള താല്പര്യം അറിയിച്ചു. പക്ഷേ ലൈയുടെ പ്രായവും ആരോഗ്യാവസ്ഥയും ഒക്കെ പരിഗണിച്ച സു ലൈക്ക് പറ്റിയൊരു ജോലിയാണോ അത് എന്ന് വല്ലാതെ സംശയിച്ചിരുന്നു. അവർ പരിഗണിക്കുന്നത് യങ്ങറായിട്ടുള്ള ആളുകളെയായിരുന്നു. ലൈയോട് പൊക്കോളൂ, ജോലിയില്ലെന്ന് അയാൾ പറയുകയും ചെയ്തു. പക്ഷേ ലൈ മിസ്റ്റർ സൂവിനോട് അപേക്ഷിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജോലിയുടെ ആവശ്യകത അറിയിച്ചു. തന്നെ കൊണ്ട് കഴിയാവുന്ന പോലെ മികച്ച രീതിയിൽ അത് ചെയ്തോളാമെന്നും പറഞ്ഞു. ഒടുവിൽ ഗാവോലേക്ക് ആ ഡെലിവറി ജോബ് കിട്ടി. പക്ഷേ ജോലി ദിവസം ആദ്യത്തെ ദിവസം ലൈക്ക് ഒരുപാട് കഷ്ടതകൾ നേരിടേണ്ടി വന്നു. പറയുന്ന സമയത്തിനുള്ളിൽ ഡെലിവറി ചെയ്യണം. പക്ഷെ അതത്ര എളുപ്പമല്ല. ട്രാഫിക് ബ്ലോക്കുകളും മറ്റുമുണ്ട്. ചിലപ്പോ റെസ്റ്റോറന്റിൽ എത്തിയാൽ ഓർഡർ റെഡിയായി കാണില്ല. അതിന്റെ പേരിലും വെയിറ്റിംഗ് വരും. ചില കസ്റ്റമേഴ്സ് ആകട്ടെ അല്പം വൈകിയാൽ പോലും വളരെ വലിയ തോതിൽ ചീത്ത വിളിക്കും. നെഗറ്റീവ് റേറ്റിംഗുകൾ ഇടും. കസ്റ്റമേഴ്സ് കിങ്സ് ആണ്. എന്തു തന്നെ പ്രശ്നമുണ്ടായാലും കസ്റ്റമേഴ്സിന്റെ തീരുമാനങ്ങളാണ് കമ്പനി പരിഗണിക്കുക. ജോലി ആരംഭിച്ച ശേഷം ഓരോ ദിവസവും രാത്രിയിൽ അവശതയിലാണ് ലൈ വീട്ടിലെത്തുക. ഗാവോലയുടെ അവസ്ഥ ഭാര്യ ഷാവോനി മനസ്സിലാക്കുമായിരുന്നു. ഗാവോലയെ സമാധാനിപ്പിക്കാനും ആശ്വാസം കിട്ടാനും വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇന്ന് ഒരുപാട് നേരം വർക്ക് ചെയ്താലും തുച്ഛമായ വേതനമായിരുന്നു പലപ്പോഴും ലൈക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുകൊണ്ടിരുന്നത്. ഈ ജോലി ചെയ്തുകൊണ്ട് ബെറ്റർ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാൻ ഷാവോനി ലൈയോട് പറഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം ജോലിക്കായി ലൈ എത്തി. പക്ഷെ അവന്റെ റേറ്റിംഗ് വളരെ താഴെയാണ്. അതുകൊണ്ട് തന്നെ അന്ന് തന്റെ റേറ്റിംഗ് മെച്ചപ്പെടുത്താൻ ഒരുപാട് കഷ്ടപ്പെട്ട് ലൈ വർക്ക് ചെയ്തു. കൂടുതൽ റിസ്കുകൾ എടുത്തായിരുന്നു ലൈ മുമ്പോട്ടേക്ക് പോയത്. ഷോർട്ട് കട്ടുകളും മറ്റുമെടുത്ത് ഓടിയും മറ്റുമായി പല ഓർഡറുകളും അയാൾ ഡെലിവറി ചെയ്തു. ട്രാഫിക്കും റൂട്ട് കസ്റ്റമേഴ്സും ഒന്നും അവന്റെ വേഗത്തെ സ്ലോ ഡൗൺ ചെയ്തില്ല. തന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുക, അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്തുക, അതൊക്കെ മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ ഓടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്നിരുന്നാലും ജോലിഭാരവും ക്ഷീണവും എല്ലാം ലയ്യെ വല്ലാതെ ബാധിക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ലയ്യുടെ അച്ഛൻ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയതും ലൈ ഇപ്പോൾ ചെയ്യുന്നത് ഡെലിവറി ജോലിയാണ് എന്നവന്റെ അച്ഛൻ തിരിച്ചറിഞ്ഞു. പരാജയപ്പെട്ട മനുഷ്യരാണ് അത്രയധികം പഠിച്ചിട്ടും ഡെലിവറി ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ ലൈയെ വല്ലാത്ത രീതിയിൽ കുറ്റപ്പെടുത്തി. ലൈ അതിനോടകം ഒരുപാട് കമ്പനിയിൽ ജോലിക്കായി അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ ആരും തന്നെ ലൈയെ സ്വീകരിച്ചിട്ടില്ല. ഈ കഷ്ടപ്പാടിനും ദുരിതത്തിനുമിടയിൽ അങ്ങനത്തെ കുത്തുവാകുകൾ കൂടിയായപ്പോ ലൈയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. അന്ന് അയാൾ പൊട്ടിത്തെറിച്ചു. താനേറെ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക് നേരെ അയാളുടെ ശകാരങ്ങളും വാക്കുകളും ഉയർന്നു. ആ നിമിഷം അയാളിൽ പിന്നീട് വലിയ കുറ്റബോധം തീർത്തിരുന്നു. ദിവസങ്ങൾ മുമ്പോട്ടേക്ക് പോയി. അവൻ ഡെലിവറി ജോലി ചെയ്യുന്നത് അവന്റെ അച്ഛന് ഇഷ്ടമല്ലെങ്കിൽ കൂടിയും ഫാമിലിക്ക് വേണ്ടി അവൻ ആ ഡെലിവറി ജോലിയിൽ തുടർന്നു. ഡെലിവറി ജോബിൽ എങ്ങനെ കൂടുതൽ സമ്പാദിക്കാം എന്ന കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. എക്സിക്യൂട്ടീവ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡെലിവറി ജോലി എപ്പോഴും വില കുറഞ്ഞ രീതിയിലായിരുന്നു എല്ലാവരും നോക്കിക്കണ്ടിരുന്നത്. പക്ഷേ ലൈ അതൊന്നും വകവെച്ചില്ല. തന്റെ ഫാമിലിക്ക് ടേബിളിൽ ഭക്ഷണം എത്തുന്നുണ്ടെങ്കിൽ താൻ എന്തു ജോലിയും ചെയ്യും എന്ന് ലൈ ഉറപ്പിച്ചിരുന്നു. പക്ഷേ കുടുംബത്തെ നോക്കാൻ സ്വന്തം ആരോഗ്യം പോലും ശ്രദ്ധിക്കാതെയുള്ള ഗാവോലയുടെ ആ ഓട്ടം അയാളെ കൂടുതൽ അവശനാക്കിക്കൊണ്ടിരുന്നു. ലൈക്ക് ഡയബറ്റിക്സ് ഉണ്ട്. ഇൻസുലിൻ എടുത്താണ് അയാൾ മുമ്പോട്ട് പോകുന്നത്. ഒരു ദിവസം ജോലിയിലെ കഠിനമായ ഭാരം കൊണ്ട് അയാൾ വഴിയിൽ കുഴഞ്ഞു വീണു. വണ്ടിയിൽ നിന്ന് താഴെ വീണു. ലൈ സുഖപ്പെട്ടിരുന്നു. ലൈക്ക് അത്രയധികം വലിയ പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ ഈ സംഭവങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമുണ്ടായി. ലൈയുടെ അച്ഛൻ ലൈയുടെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട വർക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ജീവിതം കൈവിട്ടു പോകുമെന്ന അവസ്ഥയിലും കുടുംബത്തിനു വേണ്ടി ലൈ അത്രയധികം കഷ്ടപ്പെടുന്ന കാര്യം അറിഞ്ഞപ്പോ തന്റെ മകനോട് അയാൾക്ക് ബഹുമാനം തോന്നി. അയാൾ ലൈയോട് പിന്നീട് ചീത്ത പറയാതായി. നേരത്തെ ലൈയോട് ദേഷ്യപ്പെട്ടതിന് അയാൾക്ക് കുറ്റബോധം തോന്നി. അയാൾ തന്റെ മകനോട് മാപ്പ് ചോദിച്ചു. തന്റെ മകന്റെ ഭാരം കൂട്ടാതിരിക്കാൻ വേണമെങ്കിൽ തന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ അവസാനിപ്പിച്ചേക്ക് എന്നുവരെ അദ്ദേഹം പറഞ്ഞു. കുടുംബത്തിനു വേണ്ടി ലൈ ഇപ്പോഴേ എത്രത്തോളം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്നവന്റെ അച്ഛൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ലൈയും അവന്റെ അച്ഛനും തമ്മിലുണ്ടായിരുന്ന അകലം പതിയെ പതിയെ കുറഞ്ഞു വന്നു. അച്ഛന്റെ ഈ മനസ്സുമാറ്റം ലൈക്കൊരു പുത്തൻ ഉണർവേകി. തന്റെ ഡെലിവറി ജോലിയിൽ കൂടുതൽ മെച്ചപ്പെടാൻ എന്ത് ചെയ്യണമെന്ന് ലൈ അന്വേഷിച്ചു. സീനിയർ ഡെലിവറി ബോയ്സായ പലരിൽ നിന്നും ലൈ ഉപദേശങ്ങൾ തേടി. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു എൻ ടുവ. ഏറ്റവും വേഗത്തിൽ ഡെലിവറി ചെയ്യുന്ന
വ്യക്തികളിൽ ഒരാളാണ് എൻറ്റുവ. വർഷങ്ങളായി അയാൾ ഈ ജോലിയിലുണ്ട്. എൻറ്റുവ പറഞ്ഞു, ലെയ്യുടെ ഡെലിവറി സ്പീഡ് കുറവാണ്, പെർഫോമൻസ് സ്റ്റാറ്റസും കുറവ്. അതുകൊണ്ടാണ് ലെയ്ക്ക് കുറഞ്ഞ വേതനം കിട്ടുന്നത്. റേറ്റിംഗുകൾ ഉയർത്തിയാൽ, വേഗത്തിൽ ഡെലിവർ ചെയ്താൽ ലെയ്ക്കും കൂടുതൽ പ്രതിഫലം കിട്ടും. അതിനുവേണ്ടി ലെയ് ചെയ്യേണ്ടത് ഫാസ്റ്റർ റൂട്ടുകൾ എപ്പോഴും മെമ്മറൈസ് ചെയ്യുക, ബുദ്ധിപൂർവം ഓർഡറുകൾ എടുത്ത് എത്രയും വേഗം ആളുകളിൽ എത്തിക്കുക. ആളുകൾ എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും ഒരു ചിരിയോടെ ഭക്ഷണം ഡെലിവർ ചെയ്യുക. അവരിൽ നിന്ന് റേറ്റിംഗുകൾ കരസ്ഥമാക്കുക. റേറ്റിംഗ് ഇൻക്രീസ് ചെയ്താൽ തന്നെ ഹയർ പേയിങ് ഓർഡേഴ്സ് ലേക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല, റെസ്റ്റോറന്റ് പാർട്ട്നേഴ്സുമായി ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അപ്പോ റെസ്റ്റോറന്റിൽ തിരക്കുണ്ടെങ്കിലും അവർ നമ്മുടെ ഓർഡർ വേഗത്തിലെടുത്തു തരും. കിട്ടിയ അഡ്വൈസുകൾ ലെയ് തന്റെ വർക്കിൽ ഇംപ്ലിമെന്റ് ചെയ്തു. പതിയെ ലെയ്യുടെ സ്കോറും പേയ്മെന്റുമെല്ലാം ഇംപ്രൂവ് ചെയ്തു വരാൻ ആരംഭിച്ചു. IT ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ലെയ് ഒന്നാലോചിച്ച് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഫാസ്റ്റസ്റ്റ് ഡെലിവറി റൂട്ടുകൾ, ഷോർട്ട് കട്ടുകളൊക്കെ വെച്ച് ഒരു മാപ്പ്, ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. തനിക്കറിയാവുന്ന വിവരങ്ങൾ വെച്ച് ലെയ് അത്തരത്തിലൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തു. അറിയാവുന്ന എല്ലാ ഷോർട്ട് കട്ടുകളും ലെയ് അതിലേക്ക് ഫീഡ് ചെയ്തിരുന്നു. അത് ടെസ്റ്റ് ചെയ്യാൻ അവൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവന്റെ കൂട്ടുകാരനും ഡെലിവറി പാർട്ട്ണറുമായ ലാവോക്കുവ അവന്റെ മുമ്പിൽ വെച്ച് ആക്സിഡന്റിൽ പെടുന്നത്. ഓടിച്ചെന്ന് ലെയ് ലാവോക്കുവയെ സഹായിച്ചു. ലാവോക്കുവയുടെ ബാക്കി ഓർഡർ കൂടി അവൻ ഡെലിവർ ചെയ്തു. ലാവോക്കുവയെ ആശുപത്രിയിലുമാക്കി. പക്ഷെ എന്ന് ലാവോക്കുവ പറഞ്ഞു, ഈ അപകടമൊക്കെ നമ്മുടെ ജോലിയിൽ സ്വാഭാവികമാണ്. ഇതൊന്നും വേദനിപ്പിക്കില്ല. ആകെ വേദനിപ്പിക്കുന്നത് കുടുംബം വിശപ്പ് കൊണ്ട് കരയുന്നത് മാത്രമാണ്. അന്ന് ലാവോക്കുവയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ ലെയ്യും കൂടെ ചെന്നിരുന്നു. ഒരു ചേരി പ്രദേശത്ത് വളരെയധികം കഷ്ടതയിലായിരുന്നു ലാവോക്കുവ ജീവിച്ചത്. ഒറ്റമുറിയുള്ള ഒരു വീട്, ആ വീട്ടിൽ ക്യാൻസർ അടക്കം രോഗമുള്ള കുട്ടികൾ. ലാവോക്കുവയുടെ മക്കൾ. ലാവോക്കുവ പറഞ്ഞതുപോലും എന്റെ കുട്ടിയുടെ അവസ്ഥ വെച്ച് നോക്കിയ ഈ ആക്സിഡന്റ് ഒക്കെ വല്ലതുമാണോ എന്ന രീതിയിലായിരുന്നു. അന്ന് പക്ഷേ ഗാവോലൈ ലാവോക്കുവയെ ഉപദേശിച്ചു, ആലോചിച്ചു നോക്ക്, നിന്റെ ആരോഗ്യം നീ ശ്രദ്ധിക്കാതിരുന്നാൽ നിനക്ക് വലിയ അപകടം പറ്റിയാൽ നിന്റെ കുടുംബത്തിന് ഇപ്പോഴുള്ള സപ്പോർട്ട് പോലും ഇല്ലാതാകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധ വേണം. ലാവോക്കുവോ അതിനെപ്പറ്റി ആലോചിച്ചു. ഗാവോലൈ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നയാൾ മനസ്സിലാക്കി. അടുത്ത ദിവസം ഡെലിവറി ബോയ്സിന്റെ മീറ്റിംഗ് പോയിന്റിൽ വെച്ച് മിസ്റ്റർ സോവിൽ നിന്നും മൈക്ക് വാങ്ങി ഗാവോലൈ എല്ലാവരോടുമായി സംസാരിച്ചു. താൻ ഡെവലപ്പ് ചെയ്ത ആപ്പിനെ പറ്റി പറഞ്ഞ് അതെല്ലാവർക്കും നൽകാൻ അയാൾ തയ്യാറായി. ടെസ്റ്റിംഗ് ഫേസിലുള്ള ആപ്പ് ഉപയോഗിച്ച് നോക്കാനും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അറിയിക്കാനും ഗാവോലൈ സഹപ്രവർത്തകരോട് പറഞ്ഞു. എല്ലാവർക്കും ഷോർട്ട് കട്ടൊക്കെ കിട്ടുന്ന ആപ്പ് എന്ന് കേട്ടതും അത് സ്വീകരിക്കാൻ വലിയ താല്പര്യമായിരുന്നു. ലെയ്യുടെ ആ പ്രവൃത്തി കണ്ട് മാനേജർ മിസ്റ്റർ സൂ വരെ ഒന്നമ്പരക്കുന്നുണ്ട്. അധികം വൈകാതെ നഗരത്തിലെ പല ഡെലിവറി ജോബുകാരും ആ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ആരംഭിച്ചു. അതോടെ ഡെലിവറി ജോലി കൂടുതൽ എഫിഷ്യന്റായി മാറി. പലർക്കും കൃത്യമായ വേതനം കിട്ടി. കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ കൂടി. ലെയ്യുടെ ജോലിഭാരം അടക്കം കുറഞ്ഞു. കാര്യം, ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ചില കുറവുകളും ഉണ്ടായിരുന്നു. നഗരത്തിലെ ചില പ്രത്യേക ഇടങ്ങളിലെ ഷോർട്ട് കട്ടുകൾ അധികമാർക്കും തന്നെ പരിചയമില്ല. ആകെ അതറിയുന്ന ഒരേ ഒരു ഡെലിവറി ഡ്രൈവർ എൻറ്റുവ മാത്രമാണ്. പക്ഷേ എൻറ്റുവ ആ വിവരങ്ങൾ ആർക്കും ഷെയർ ചെയ്യുന്നുമില്ല. ഡെലിവറി ടീമിനിടയിൽ അതിനെപ്പറ്റി സംസാരം വന്നു. ഒരു ദിവസം ഡെലിവറി ബോയ്സിലെ ചിലർ ചേർന്ന് എൻറ്റുവയെ അത് പറഞ്ഞ് അപമാനിച്ചു. എൻറ്റുവയുടെ ക്രൂരമായ ഈ സ്വഭാവം കാരണമാ അവന്റെ സഹോദരന്റെ കാലുവരെ പോയത് എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തി. അത് എൻറ്റുവയുടെ ടെമ്പർ തെറ്റിച്ചിരുന്നു. എൻറ്റുവ ദേഷ്യത്തിൽ ഇറങ്ങി വന്ന് അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കി. ഡെലിവറി ബോയ്സിന് അറിയാമായിരുന്നു ഷോർട്ട് കട്ടുകളും മറ്റും എഴുതി എൻറ്റുവ ഒരു നോട്ട്ബുക്ക് സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അത് അയാൾ ആർക്കും ഷെയർ ചെയ്യുന്നില്ല. ആ വിവരങ്ങളൊക്കെ പങ്കുവെച്ചാൽ എൻറ്റുവയുടെയും കൂട്ടത്തിൽ മറ്റുള്ളവരുടെയും ഡെലിവറി എളുപ്പമാകും, ജീവിതവും മെച്ചപ്പെടും. അന്നുണ്ടായിരുന്ന ആ ഏറ്റുമുട്ടലിനു ശേഷം എൻറ്റുവ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. ഗാവോലയ്ക്ക് അതിൽ വലിയ നിരാശ തോന്നി. തന്നെയേറെ സഹായിച്ചിട്ടുള്ള, താനേറെ ഡിപ്പെൻഡ് ചെയ്തിരുന്ന സീനിയർ ഡെലിവറി ബോയാണ് ജോലി രാജിവെച്ചു പോയിരിക്കുന്നത്. പക്ഷേ മറ്റു വഴികളില്ല. ജീവിതം മുമ്പോട്ടേക്ക് പോയേ പറ്റൂ. ഗാവോലൈ തന്റെ ജോലിയിൽ തുടർന്നു. അന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഡെലിവറി ജോലിക്കിടയിൽ കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ തന്റെ മകനുമായി നിൽക്കുന്നത് അവൻ കണ്ടു. മകന് കോട്ടില്ല. ഗാവോലൈ ഒട്ടും മടിച്ചില്ല. തന്റെ കോട്ടൂരി അവർക്ക് കൊടുത്തു. പിന്നാലെ കുറച്ചുനേരം റെസ്റ്റ് എടുക്കാനിരുന്നു. പക്ഷേ ക്ഷീണം കൊണ്ടും മറ്റും അവിടെ ഇരുന്ന് അയാൾ ഉറങ്ങിപ്പോയിരുന്നു. പിന്നാലെ അയാളുടെ രണ്ട് സുഹൃത്തുക്കൾ എത്തി. ഫോട്ടോയൊക്കെ പിടിച്ച് അയാളെ ഒന്ന് കളിയാക്കിയെങ്കിലും ഗാവോലയും കൂട്ടി അവർ പോയത് നേരെ രാജിവെച്ചൊഴിഞ്ഞ എൻറ്റുവ ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറന്റിലേക്കായിരുന്നു. എൻറ്റുവയുടെ സഹോദരൻ ഒരു ചെറിയ ഷോപ്പ് നടത്തുന്നുണ്ട്. എൻറ്റുവ ഇപ്പോൾ അവിടെ സഹായിക്കാൻ നിൽക്കുകയാണ്. എൻറ്റുവ ആ സമയം പറഞ്ഞു, എന്റെ സഹോദരൻ മുമ്പൊരു ഡെലിവറി പാർട്ട്ണർ ആയിരുന്നു. അവരൊരു ടീമായിട്ടാ ജോലി നോക്കിക്കൊണ്ടിരുന്നത്. അവരുടെ ആ സ്പീഡിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അസൂയയായിരുന്നു. അത്രയും വേഗം ഷോർട്ട് കട്ടുകളൊക്കെ കണ്ടെത്തി അതുവഴി ഞങ്ങൾ ഡെലിവറി ചെയ്യുമായിരുന്നു. പക്ഷേ എന്നിട്ടും എന്റെ സഹോദരൻ ഒരു ദിവസം അപകടം പറ്റി. അവന്റെ
വലിയൊരു കാൽ നഷ്ടപ്പെട്ടു. ട്രീറ്റ്മെന്റിന് അവൻ കോളേജിൽ പോകാൻ വേണ്ടി സേവ് ചെയ്ത മുഴുവൻ പണവും ഉപയോഗിക്കേണ്ടി വന്നു. അന്നു മുതൽ ഞാൻ എന്റെ സഹോദരനെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുകയാണ്. പിന്നാലെ എന്റുവ ലൈയുടെ ആപ്പിലെ പ്രോബ്ലങ്ങൾ ചൂണ്ടിക്കാട്ടി അത് പരിഹരിക്കാൻ സഹായിക്കുമെങ്കിൽ നീ ഇത് വെച്ചോ എന്ന് പറഞ്ഞ് താൻ ഉണ്ടാക്കി വെച്ചിരുന്ന ഷോർട്ട് റൂട്ടുകളൊക്കെ എഴുതിയ എങ്ങനെ വേഗത്തിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും എന്ന ടിപ്പുകളൊക്കെ എഴുതിയ ബുക്ക് അവന് കൈമാറി. എല്ലാ ഡെലിവറി ബോയ്സിനും ഒരേപോലെ സക്സസ് ആവാൻ സാധ്യത ഉണ്ടാവണമെന്നും അതിനിത് സഹായിക്കട്ടെ എന്നും എന്റുവ പറഞ്ഞു. വളരെ ബഹുമാനത്തോടെ എന്റുവയിൽ നിന്ന് ലൈ ആ നോട്ട്ബുക്ക് ഏറ്റുവാങ്ങി. അന്ന് രാത്രിയിൽ വൈകിയും ലൈ ജോലി നോക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ബ്യൂട്ടി സലൂണിൽ തന്റെ ഭാര്യ ജോലി നോക്കുന്നത് ഗാവോ ലൈ നോക്കിക്കണ്ടത്. ലൈക്ക് വലിയ നിരാശ തോന്നി. പ്രൊട്ടക്ട് ചെയ്യും എന്ന് താൻ അവൾക്ക് വാക്കുകൊടുത്തതാണ്. അവൾക്കിപ്പോൾ കുറച്ചെങ്കിലും കഷ്ടപ്പെടേണ്ടി വരുന്നു. അത് തന്റെ പരാജയമാണല്ലോ എന്നൊക്കെ അയാൾ ചിന്തിച്ചു. ചിന്തയിൽ മുഴുകിയായിരുന്നു അയാളന്ന് വണ്ടിയോടിച്ചത്. നിർഭാഗ്യവശാൽ അയാളുടെ മോട്ടോർ സൈക്കിൾ മറ്റൊരു വാഹനത്തിൽ ചെന്നിടിച്ചു. വലിയൊരു നഷ്ടപരിഹാരം ചെന്നിടിച്ച വണ്ടിക്കാരന് ലൈക്ക് കൊടുക്കേണ്ടി വന്നു. അതുവരെ അദ്ദേഹം സേവ് ചെയ്തു വെച്ചിരുന്ന പണം മുഴുവൻ അതിൽ നഷ്ടപ്പെട്ടു. അച്ഛന്റെ ചികിത്സയ്ക്കായി അവൻ സേവ് ചെയ്തതായിരുന്നു അത്. അന്ന് തിരികെ വീട്ടിലെത്തുമ്പോ അവനാകെ തകർന്നിരുന്നു. ഷാവൂനയുടെ ബർത്ത്ഡേയാണ്. ഒരു കേക്ക് വാങ്ങിയിരുന്നെങ്കിലും ആ അപകടത്തിൽ അത് കുറച്ച് തകർന്നു പോയിരുന്നു. എന്നിരുന്നാലും അത് വെച്ച് അവരാ ബർത്ത്ഡേ ആഘോഷിച്ചു. ഓരോന്നും ഏറ്റുപറഞ്ഞ് ഒരു ഭർത്താവെന്ന രീതിയിൽ താൻ പരാജിതനാണ് എന്നയാൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഷാവൂനി ലൈയെ ആശ്വസിപ്പിച്ചു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. മാരേജ് എന്ന് പറയുന്നത് ഒരാൾ മാത്രം കഷ്ടപ്പെടുന്നതല്ല, രണ്ടുപേരും ഒന്നിച്ച് എന്ത് കഷ്ടതകളെയും നേരിടുന്നതാണ്. ഒരച്ഛനും ഭർത്താവിനും പരമാവധി എന്തു ചെയ്യാൻ പറ്റുമോ അതിലുപരിയായി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വയം കുറ്റപ്പെടുത്തിയേക്കരുത്. അടുത്ത ദിവസം ബാങ്കിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ലൈയെ കാണാനെത്തി. ലോൺ എടുത്ത തുക ഇനിയും അടച്ചില്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് കടക്കും എന്നായിരുന്നു ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. 2 മാസത്തെ EMI അടയ്ക്കാനുണ്ട്. ഈ മാസം അവസാനത്തോടെ എങ്ങനെയെങ്കിലും താൻ പണമടച്ചോളാം എന്ന് ലൈ അയാൾക്ക് വാക്കുകൊടുത്തു. വർഷാവസാനമാകുന്നു. ആ ഒരു സമയത്താണ് കൊറിയർ കമ്പനി ഒരു സ്പെഷ്യൽ ഇവന്റ് സംഘടിപ്പിച്ചത്. ആ മാസം റാങ്കിങ്ങിൽ 1ാമതായി വരുന്ന കൊറിയർ ഡെലിവറി പാർട്ട്ണർക്ക് അവരുടെ കമ്പനി ആ മാസം കിട്ടിയ സാലറിയുടെ 10 മടങ്ങ് നൽകും. അത് ലൈയുടെ ഉള്ളിലെ ആവേശത്തെ ഒന്നുകൂടി ഉണർത്തി. തന്റെ ഫാമിലിയെ രക്ഷപ്പെടുത്താനുള്ള അവസാന അവസരമായി ലൈ അത് നോക്കിക്കണ്ടു. ആ സമയത്ത് ഡെഹേയായിരുന്നു ടോപ്പ് പൊസിഷനിൽ ഉണ്ടായിരുന്നത്. എന്റുവ ജോലി വിട്ട് പോയതിൽ പിന്നെ ഡെഹയുടെ പെർഫോമൻസും റാങ്കിങ്ങും വളരെ പെട്ടെന്ന് ഉയർന്നിരുന്നു. എന്റുവയെ അപമാനിച്ച ഡെലിവറി പാർട്ട്ണറാണ് ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ളത്. ഇതേസമയം ലൈയാകട്ടെ 3ാം സ്ഥാനത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. മാസാവസാനമായി തീർന്നിരുന്നു. കോമ്പറ്റീഷൻ കൂടുതൽ കനത്ത രീതിയിൽ മുമ്പോട്ട് പോകുന്നു. ലൈ 2ാം സ്ഥാനത്തെത്തി. ഡെഹയും ലൈയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു കൊറിയർ പാർട്ട്നേഴ്സിനിടയിലെ ചർച്ചാ വിഷയം. അങ്ങനെ ഡിസംബറിലെ അവസാന ദിവസം എത്തി. അന്ന് മിഡ്നൈറ്റോടെ മത്സരം അവസാനിക്കും. സമയം കടന്നുപോയി. സന്ധ്യയോടടുത്തു. ലൈയും ഡെഹയും പോയിന്റ് നിലയിൽ ഒരേ ലെവലിലെത്തി. കൃത്യമായി പറഞ്ഞാൽ ഒരു ടൈപ്പ് പൊസിഷൻ. അവസാന ഡെലിവറി ഓർഡർ ഇരുവർക്കും വന്നെത്തിയിരിക്കുന്നു. അതാരാണോ ആദ്യം ഡെലിവറി ചെയ്യുന്നത് അയാളായിരിക്കും മത്സരത്തിൽ വിജയിക്കുക. ടെൻഷൻ ഉയർന്നു വന്നു. തന്റെ അവസാന ഓർഡർ വേഗത്തിൽ ഡെലിവർ ചെയ്യാൻ വേണ്ടി ഗാവോ ലൈ പുറപ്പെട്ടു. ലൈ വിജയിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അപകടം അവനെ തേടിയെത്തി. ലൈയുടെ വണ്ടി ഒരു ആക്സിഡന്റിൽ പെട്ടു. വണ്ടിയിടിച്ച് വീണ് ചോരയിൽ കുളിച്ചെങ്കിലും ലൈ നിൽക്കാൻ കൂട്ടാക്കിയില്ല. അവസാന അവസരമാണ്, വിജയിച്ചേ പറ്റൂ. ആ അവശതയിലും ലൈ എഴുന്നേറ്റ് ഡെലിവറി ബാഗുമെടുത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. ഡെലിവർ ചെയ്യേണ്ടത് ഒരു പബ്ബിലായിരുന്നു. ഇതേസമയം മറുവശത്ത് ഡെലിവർ ചെയ്യാൻ പോയ ഡെഹയാകട്ടെ ഒരു ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിപ്പോയിരുന്നു. സമയത്ത് ഡെലിവറി ചെയ്യാൻ അവന് സാധിക്കാത്ത അവസ്ഥ. ഭാഗ്യം ലൈയുടെ പക്കലേക്ക് വന്നു. ചെറിയൊരു മുൻതൂക്കം കിട്ടിയിരിക്കുന്നു. ലൈ പബ്ബിലെത്തി. പക്ഷേ ആർക്കാണ് ഡെലിവറി എന്ന് മനസ്സിലാകുന്നില്ല. ആക്സിഡന്റിന്റെ അവശത അയാളെ തളർത്തിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ ഒരാൾ ലൈയെ നോക്കി കൈവീശി ഡെലിവറി അയാൾക്കാണെന്ന് സൂചിപ്പിച്ചു. ലൈയെത്തി അയാൾക്ക് ഡെലിവറി ചെയ്തു. കൃത്യം 11:59 ഡെലിവറി പൂർത്തീകരിക്കാൻ ലൈക്ക് സാധിച്ചു. ലൈ അങ്ങനെ റാങ്കിങ്ങിൽ 1ാമതെത്തി. ലൈയുടെ ജീവിതം മാറ്റിമറിക്കാൻ പോന്ന ആ ഒരു ഡെലിവറി. അധികം വൈകാതെ കൊറിയർ കമ്പനിയുടെ മീറ്റിംഗ് വന്നിരുന്നു. കൊറിയർ അവാർഡ് സെറിമണി. ആ വർഷത്തെ മികച്ച ഡെലിവറി പാർട്ട്ണറായി ലൈ തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നാലെ ഹോസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തി ആ ഒരു കാര്യം കൂടി അറിയിച്ചു. ലൈ ഡെവലപ്പ് ചെയ്ത ആപ്പ് കമ്പനിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കമ്പനി നോക്കിക്കാണുന്നു. ലൈയുടെ ജീവിതത്തിൽ
അത് പുതിയ വഴിത്തിരിവുകൾക്ക് കാരണമാവുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് ശേഷം ലെയ് ഇപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത സ്വന്തമായുള്ള അപ്പാർട്ട്മെന്റിൽ ജീവിക്കുന്നു. കടങ്ങളൊക്കെ തീർന്നു. കിട്ടിയ പ്രൈസ് മണി കൊണ്ട് അച്ഛന്റെ ചികിത്സയും ലെയ് പൂർത്തിയാക്കി. ജീവിതം ഇപ്പോൾ ഏറെ സമാധാനപൂർണമാണ്. ലെയ്യുടെ കൊറിയർ കമ്പനി അവരുടെ IT ഡെസ്കിലേക്ക് ലെയ്യെ അപ്പോയിന്റ് ചെയ്തു. നിലവിൽ കമ്പനിയിലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഫീൽഡിലെ ഡയറക്ടറായി അയാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരുപാട് വളർച്ചയിലേക്ക് എത്തിയെങ്കിലും ലെയ് എപ്പോഴും വിനയത്തിൽ മണ്ണിൽ തൊട്ടു തന്നെ നിന്നു. കൂടെയുള്ളവരെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തു. ലെയ്യെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് പണമായിരുന്നില്ല, മറിച്ച് തന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവുമായിരുന്നു. അത് കൈവന്നതോടെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായി ലെയ് തന്നെ കരുതാൻ തുടങ്ങി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.